ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷന് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാർക്കിന് നമുക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് ICMR. അതായത് ICMR എക്സ്പാൻഡ് ചെയ്യാനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതുപോലെ തന്നെ RDA നിങ്ങളോട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വരും. RDAൻ്റെ ഫുൾ ഫോം എന്താണ്? റെക്കമെൻഡ് ഡയറ്ററി അലോവൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളായിരുന്നു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ, മൊറൽ വിറ്റാമിൻ, ആൻറ്റി ഹെമറ്റോഗ്രിക് വിറ്റാമിൻ, സൺഷൈൻ വിറ്റാമിൻ. ഇത് 4 വിറ്റാമിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 വിറ്റാമിൻസ് ഏതാണെന്നാണ് എഴുതേണ്ടത്. ആൻറ്റി സ്റ്റെറിലൈറ്റി വിറ്റാമിനാണ്. വിറ്റാമിൻ ഇ ആണ് എന്ത്? ആൻറ്റി സ്റ്റെറിലൈറ്റി വിറ്റാമിന്. ഈ വിറ്റാമിൻ ഇ നമ്മുടെ നോർമൽ റീപ്രൊഡക്ഷൻ ആനിമൽസിലും അതുപോലെ തന്നെ ഹ്യൂമൻസിലൊക്കെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് ആൻറ്റി സ്റ്റെറിലൈറ്റി വിറ്റാമിൻ ഇ വിറ്റാമിൻ. ഓക്കെ. മൊറൽ വിറ്റാമിനാണ് തയമിൻ. തയമിൻ എന്താണ്? ഒരു B1 വിറ്റാമിനാണ് അല്ലേ. നമ്മുടെ നെർവിലേക്ക്, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണിത് മൊറൽ വിറ്റാമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B1 തൈമിൻ എന്ന് പറയും. ആൻറ്റി ഹെമറ്റോഗ്രിക് വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്രിക് വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ K ആണ്. അത് നമ്മുടെ ബ്ലഡ് കോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ്. പിന്നെ സൺഷൈൻ വിറ്റാമിനാണ്. സൺഷൈൻ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ D ആണെന്ത്? സൺഷൈൻ വിറ്റാമിന്. ഓക്കെ, ഇത്രയും വിറ്റാമിൻസിൻ്റെ പേരുകൾ നിങ്ങൾ പഠിച്ചല്ലോ. അതായത് ആൻറ്റി സ്റ്റെറിലൈറ്റി വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വിറ്റാമിൻ ഇ. മൊറൽ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ B1 അല്ലെങ്കിൽ തൈമിൻ. ആൻറ്റി ഹീമോഗ്രിക് വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ K. പിന്നെ എന്താണ്? സൺഷൈൻ വിറ്റാമിനാണ് വിറ്റാമിൻ D. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് കോസസ് കളർ ചേഞ്ച് ഓൺ പീസ് ഓഫ് ആപ്പിൾ. ആപ്പിൾ നമ്മൾ മുറിച്ച് വെച്ചാൽ അതിന് കുറച്ച് ടൈം കഴിഞ്ഞാൽ ആ മുറിച്ച ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഒരു കളർ ചേഞ്ച് നമുക്ക് കാണപ്പെടുന്നു. അതിനുള്ള കാരണം എന്താണ്? കാരണമാണ് എൻസൈമാറ്റിക് ആക്ഷൻ. അവിടെ എൻസൈംസ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അതുമൂലമാണ് അവിടെ എന്തുണ്ടാകുന്നത്? കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഡോളസെൻറ്റ് ഗേൾ റിക്വയേഴ്സ് ഡാഷ് ഓഫ് കാൽഷ്യം പെർ ഡേ. അതായത് ഒരു അഡോളസെൻറ്റ് ഗേള് ഒരു ദിവസം എത്ര കാൽഷ്യം ആവശ്യമുണ്ട്? 800 മില്ലിഗ്രാം കാൽഷ്യം എന്തുണ്ട്? ഒരു അഡോളസെൻറ്റ് ഗേളിന് ഒരു ദിവസം ആവശ്യമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബെരിബെരി ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ഡാഷ്. ബെരിബെരി ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെരിബെരി ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവിനെ ബാധിക്കുന്ന ഡിസീസ്, അതായത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഡിസീസാണ്. അതേതാണ്? ബ്രെയിനിനെ ബാധിക്കുന്നത് ഏത് മൂലമാണ്? തൈമിൻ മൂലമാണ്. വിറ്റാമിൻ B1 മൂലമാണ് അതെന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. അപ്പോൾ ബെരിബെരി ഡിസീസസ് ആരുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്? തൈമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ പേഴ്സൺ ഹൂ ഈസ് അണ്ടർ വെയ്റ്റ് നീഡ്. അതായത് ഒരു അണ്ടർ വെയ്റ്റ്, നോർമൽ വെയ്റ്റിൻ്റെ താഴെയുള്ള വെയ്റ്റുള്ള ആളെ നമ്മൾ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റിനനുസരിച്ച് വെയ്റ്റ് ഇല്ലാത്ത ആളുണ്ടാവുമല്ലോ, അയാളെ നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത്. ആ അണ്ടർ വെയ്റ്റ് ഉള്ള ആൾക്ക് ലോ കലോറി ഡയറ്റാണോ ആവശ്യം? ഹൈ കലോറി ഡയറ്റാണോ ആവശ്യം? ലോ പ്രോട്ടീൻ ഡയറ്റാണോ ആവശ്യം? അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇതിലേതാണ് ആവശ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഹൈ കലോറി ഡയറ്റാണ് എന്ത്? അണ്ടർ വെയ്റ്റ് ഉള്ള ആൾക്ക് ആവശ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിൽ ദ ബ്ലാങ്ക്സ്. താഴെ കൊടുത്തിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് മോണോസാക്രൈഡ് ഡാഷ് പോളിസാക്രൈഡ്. സിമ്പിളാണ്, ഒരു മാർക്ക് കിട്ടാൻ. ഏതാണ്? ഡൈസാക്രൈഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ളത് നമ്മൾ എന്താ പറയുക? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഇഫ് ടെമ്പറേച്ചർ എബോ 100 ഡിഗ്രി സെൽഷ്യസ് ഡാഷ് എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ക്യാനിങ് എഴുതണം. 100 ഡിഗ്രി സെൽഷ്യസിന് മേലെ നമ്മൾ ചൂടാക്കുമ്പോൾ അതിന് നമ്മൾ ക്യാനിങ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയേൺ. അയേൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം. അയേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണല്ലേ, മിനറലാണ് എന്ത്, അയേൺ. സോ അയേൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? അനീമിയയാണ് അയേൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം. ഓക്കെ, പിന്നെ പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിന് ഓഡ് വൺ സെലക്ട് ചെയ്താലാണ് സൺ ഡ്രൈയിങ്, റെഫ്രിജറേഷന്, സ്മോക്കിങ്, ഡിഹൈഡ്രേഷൻ. ഇതിൽ ഏതാണ് ഓഡ് വൺ? റെഫ്രിജറേഷൻ ആണ് എന്ത്, ഓഡ് വൺ. പിന്നെ ചൂസ് കാൽഷ്യം ഡെഫിഷ്യൻസി ഡിസീസ്. താഴെ കൊടുത്തിട്ടുള്ള കാൽഷ്യം ഡെഫിഷ്യൻസി ഡിസീസസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനാണ്. സ്കർവി കൊടുത്തിട്ടുണ്ട്, ഓസ്റ്റിയോപൊറോസിസ് കൊടുത്തിട്ടുണ്ട്, അനീമിയ കൊടുത്തിട്ടുണ്ട്, ഗോയിറ്റർ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്? ഓസ്റ്റിയോപൊറോസിസ് ആണ്. കാൽഷ്യം ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം നമ്മുടെ മസിൽസിനെ, ബോൺസിനെ ബാധിക്കുന്ന അസുഖമാണ്. അനീമിയ എന്താണ്? അയേൺ ഡെഫിഷ്യൻസി മൂലം. ഗോയിറ്റർ അയഡിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ്. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫൈ വാട്ടർ സൊലബിൾ വിറ്റാമിൻ ഫ്രം ദ ഫോളോയിങ്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് വാട്ടർ സൊലബിൾ വിറ്റാമിനെ കണ്ടെത്താനാണ്. അതേതാണ്? വിറ്റാമിൻ സി ആണ് എന്ത്, വാട്ടർ സൊലബിൾ വിറ്റാമിൻ. മറ്റേതൊക്കെ എന്താണ്? ഫാറ്റ് സൊലബിൾ വിറ്റാമിൻസ് ആണ്. ഓക്കെ, ദ പ്രോട്ടീൻ അലോണസ് റെക്കമെൻഡഡ് ഫോർ ആൻ അഡൽട്ട് ഈസ് ഡാഷ് പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്. അതായത് നമ്മുടെ RDA ഒരു അഡൽറ്റിന് മെൻഷൻ ചെയ്തിട്ടുള്ള ബോഡി വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 1 ഗ്രാമാണ് എന്ത്, ഒരു അഡൽട്ട് മാന് പ്രോട്ടീൻ അലൗനസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓഡ് വൺ ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓഡ് വൺ കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തതാണ്. ഫെർമെൻറ്റേഷന്, ജെർമിനേഷന്, പാസ്ചറൈസേഷന്, ഫോർട്ടിഫിക്കേഷൻ. ഇതിൽ ഓഡ് വൺ ഏതാണ്? പാസ്ചറൈസേഷൻ ആണ്. കാരണം എന്താണ്? ഫെർമെൻറ്റേഷൻ, ജെർമിനേഷൻ, ഫോർട്ടിഫിക്കേഷനൊക്കെ ന്യൂട്രിയൻ്റ് എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. പാസ്ചറൈസേഷൻ എന്താണ്? ടെമ്പറേച്ചർ 100 ഡിഗ്രീൻ്റെ ബിലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ബാക്ടീരിയോസൈഡൽ മെത്തേഡ് ഫ്രം ഫോളോയിങ്. താഴെ കൊടുത്തിൽ നിന്ന് ബാക്ടീരിയോസൈഡൽ മെത്തേഡ്സ് കണ്ടുപിടിക്കാനാണ്. ക്യാനിങ്, സ്മോക്കിങ്, ഫ്രീസ് ഡ്രൈയിങ്, സൺ ഡ്രൈയിങ്. ഇതിലേതാണ്? ക്യാനിങ് ആണ്. മറ്റേതൊക്കെ എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക് മെത്തേഡ്സ് ആണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോ ഓർഗാനിസം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എന്ത്, ബാക്ടീരിയോ സ്റ്റാറ്റിക്. ബാക്ടീരിയോസൈഡൽ എന്ന് പറഞ്ഞാൽ ഫുഡിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ചൂട് കൊടുത്തിട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ബാക്ടീരിയോസൈഡൽ മെത്തേഡ്. അതേതാണ്? ക്യാനിങ്. ക്യാനിങ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിക്ക് മേലെ ചൂട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൈ കലോറി ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ. ഹൈ കലോറി ഡയറ്റ് നമ്മൾ ആർക്കാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അണ്ടർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ, അതായത് അണ്ടർ വെയ്റ്റ് ഉള്ള ആളുകൾക്ക് ഏതൊരു ഡയറ്റാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക? ഹൈ കലോറി ഡയറ്റ്. ഇവിടെ ആ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ കലോറി ഡയറ്റ് നമ്മൾ ആർക്കാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അണ്ടർ വെയ്റ്റ് ഉള്ള ആളുകൾക്ക്. ഓക്കെ, പിന്നെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് തെറാപ്യൂട്ടിക് ഡയറ്റ്. ഇത് നമ്മളെ ടെക്സ്റ്റിലുള്ള അതേ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, ക്വാളിറ്റേറ്റീവും ഉണ്ട്. അതിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റേറ്റീവ്ലി ചേഞ്ച് ഇൻ കോൺസിസ്റ്റൻസി ഡാഷ് ഒമിഷൻ ഓഫ് ഫുഡ്. അവിടെ എന്താണ്? മീൽ പ്ലാനിങ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 പോയിൻറ്റ് മസ്റ്റായിട്ട് എഴുതണം. ഡിഫൈൻ മേജർ മിനറൽസ് ആൻഡ് ട്രേസ് മിനറൽസ്. മേജർ മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൂടുതൽ ആവശ്യമുള്ള മിനറൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? മേജർ മിനറൽസ് എന്ന് പറയുന്നത്. ട്രേസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കുറച്ച് എമൗണ്ടിൽ ആവശ്യമുള്ളതിനെ നമ്മൾ ട്രേസ് മിനറൽസ് എന്ന് പറയാം. മേജർ മിനറൽസിന് എക്സാമ്പിളാണ് ഏതൊക്കെ? പൊട്ടാസ്യം, കാൽഷ്യം, അതൊക്കെ. പിന്നെ ട്രേസ് മിനറൽസിന് എക്സാമ്പിളാണ് അയേൺ, സിങ്ക്, അയഡിൻ, കോപ്പർ. ഇതൊക്കെ എന്താണ്? ട്രേസ് മിനറൽസിന് എക്സാമ്പിളാണ്. ലിസ്റ്റ് ഔട്ട് 4 പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിസർവേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ഉണ്ടല്ലോ, എന്താണ്? ഫുഡ് പ്രിസർവേഷൻ്റെ 4 പ്രിൻസിപ്പിൾസ്. ആ 4 പ്രിൻസിപ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് എന്ത് ചെയ്യുക? ആ 4 പ്രിൻസിപ്പിളും 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ബ്രീഫ്ലി ഓൺ എഫക്റ്റ് റിലേറ്റഡ് ടു വാട്ടർ ഇൻ ബോഡി. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ എഫക്ട്സ് 1ാമത്തെ ചാപ്റ്ററിലുണ്ട്. വാട്ടർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തായാലും എക്സാമിന് വാട്ടറിന് ഒരു ചോദ്യം നിർബന്ധമായിട്ടുണ്ടാകും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇവിടെ ചോദ്യത്തിൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ എഫക്ട്സിനെ കുറിച്ചൊന്ന് ബ്രീഫ്ലി ഒരു 2 മാർക്കിന് എഴുതാനാണ്. സോ എന്ത് ചെയ്യണം? 4 പോയിൻറ്റ് നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് ലിസ്റ്റ് ദ ഫങ്ഷൻ ഓഫ് അയഡിൻ. നമ്മുടെ ബോഡിയിൽ അയഡിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ്
ചോദിക്കുന്നത്. അപ്പോൾ അയഡിൻ്റെ ഫങ്ഷൻ 4 ഫങ്ഷൻസ് എന്ത് ചെയ്യുക അയഡിനെ കുറിച്ചിട്ട് അയഡിൻ എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താണ് മിനറലാണ് ഇത് അയഡിൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്കെൽറ്റൽ അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഗോയിറ്ററി ക്രിറ്റിനിസം എന്ന് പറയുന്ന അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓക്സിജൻ കൺസംഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് അയഡിൻ്റെ ഫങ്ഷൻസ് ആണ്. സോ 4 ഫങ്ഷൻ എന്ത് ചെയ്യുക അയഡിനെ കുറിച്ചിട്ട് എഴുതാം. Suggest some food that not allowed for obese person അലൗ ചെയ്യാൻ പറ്റാത്ത ഫുഡുകൾ ഏതാ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഡിസ്ക്രൈബ് എനി 2 ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിൻ്റെ ഡയമെൻഷൻസ് ഉണ്ടല്ലോ അതിലേതെങ്കിലും 2 ഡയമെൻഷൻ എന്ത് ചെയ്യുക ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ഫിസിക്കൽ ഡയമെൻഷന് മെൻ്റൽ ഡയമെൻഷന് ഇമോഷണൽ ഡയമെൻഷന് സ്പിരിച്വൽ ഡയമെൻഷനൊക്കെ ഉണ്ടല്ലോ അതിലേതെങ്കിലും 2 സിമ്പിളായിട്ടുള്ള ഡയമെൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്ത് പിന്നെ എനോമറേറ്റ് ദ ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്റ് തെറാപ്പി. നമ്മുടെ ഡയറ്റ് തെറാപ്പിയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ഡയറ്റ് തെറാപ്പിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക പഠിക്കുക. ലിസ്റ്റ് ദ സിംറ്റം ഓഫ് മറാസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് PEM പ്രോട്ടീൻ എനർജി മെൽന്യൂട്രീഷൻ ആണല്ലേ. അതായത് പ്രോട്ടീനും എനർജിൻ്റെയും കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് മറാസ്മസ്. അതിൻ്റെ സിംറ്റംസ് ആണ് 4 സിംറ്റംസ് എഴുതിയാൽ മതി 2 മാർക്കിന് ചോദിക്കുമ്പോൾ. അത് ഡിഫൈൻ റെഫറൻസ് വിമൺ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഒരു 4 പോയിന്റ് ചെയ്ത് റെഫറൻസ് വിമൺ എന്ന് പറഞ്ഞാൽ ഈ വയസ്സ് മുതൽ ഈ വയസ്സ് വരെയുള്ള വ്യക്തിയാണ് റെഫറൻസ് വിമൺ എന്ന് പറയുന്നത്. ഇത്ര ടൈം ഉറങ്ങണം, ഇത്ര ടൈം ജോലി ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അത് എഴുതുക. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോലിറ്റിക് അനീമിയ ആൻഡ് മാക്രോലിറ്റിക് അനീമിയ. അതുകൊണ്ട് എന്താണ് മൈക്രോലിറ്റിക് അനീമിയയും മാക്രോലിറ്റിക് അനീമിയ നമ്മൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസിഫിക്കേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനാണ് ഇവിടെ പറയുന്നത്. മാക്രോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എത്രോകൈറ്റ്സ് എന്താണ് ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ എന്താണ് സാച്ചുറേറ്റ് ആയിരിക്കും. എന്നാൽ മൈക്രോലിറ്റിക് അനീമിയയിൽ വളരെയധികം കുറച്ച് ഹീമോഗ്ലോബിനെ ഉണ്ടാവുകയുള്ളൂ. എത്രോകൈറ്റ്സ് എന്തായിരിക്കും സ്മോളർ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു 4 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക അതും പഠിക്കുക. അതായത് മാക്രോലിറ്റിക് അനീമിയയിൽ 2 പോയിൻറ്റും മൈക്രോലിറ്റിക് അനീമിയയിൽ 2 പോയിൻറ്റും ആയിട്ട് പഠിക്കുക. അങ്ങനെ 4 മാർക്ക് സ്കോർ ചെയ്യുക അവിടെ. പിന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേറെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് കാണപ്പെടാറുള്ളത്. സ്റ്റേറ്റ് ദ മാൻ റീസൺ വൈ ഫുഡ് ഈസ് പ്രിസർവ്ഡ്. എന്തുകൊണ്ടാണ് ഫുഡ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്, എന്താണ് ഫുഡിൽ വെറൈറ്റി കൊണ്ടുവരാൻ കുറേ കാലങ്ങൾ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്. ആ 3 പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ 3 പോയിന്റ് എഴുതിയാലേ ഇവിടെ 3 മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ലിസ്റ്റ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബോയിലിംഗ് മെത്തേഡ്. നമ്മുടെ ബോയിലിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട് ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. അതിലെന്ത് ചെയ്യുക ഡിസഡ്വാൻറ്റേജസ് എഴുതാം. ഒരു 4-5-6 ഡിസഡ്വാൻറ്റേജസ് എഴുതാണ്ടാവുമോ ഇല്ലല്ലോ, ചിലപ്പോൾ ടെക്സ്റ്റിലുണ്ടോ അറിയില്ല. അതിലെത്ര 3 മാർക്കിനാണെങ്കിൽ 3 ഡിസഡ്വാൻറ്റേജസ് ചെയ്താൽ അല്ലെങ്കിൽ 5 ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ എഴുതാം. ക്ലാസിഫൈഡ് ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ. ഫുഡ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് 3 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി ഈൽഡിങ് ഫുഡ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്, അതായത് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഈ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 3 ക്ലാസിഫൈ ചെയ്ത് ഒരു സെൻറ്റൻസിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്ര മതി 3 മാർക്കിന്. പിന്നെ 4-മത്തെ ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മീൽ പ്ലാനിങ് എനി 3. അതായത് മീൽ പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അത് ആക്കിയാൽ നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻസിൽ റൈറ്റ് ഡൗൺ ദ RDA ഫോർ സെഡിമെൻ്ററി പ്രഗ്നൻറ്റ് ലേഡി. അതായത് ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ആവശ്യമായിട്ടുള്ള RDA അലോ ചെയ്തിട്ടുള്ള എനർജി, പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റാമിൻ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതാനാണ് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലേ RDA ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. RDA ചാർട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എനർജി എത്ര വേണം ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക്, പ്രോട്ടീൻ എത്ര വേണം, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. പിന്നെ അടുത്തത് ഡിഫൈൻ അനീമിയ ഡിഫൈൻ ചെയ്യാനാണ്. ഗിവ് ഇറ്റ്സ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു അനീമിയ എന്താണ്. അനീമിയ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാക്രോലിറ്റിക് ഉണ്ട്, മൈക്രോലിറ്റിക് ഉണ്ട്. അതെന്താണ് ആ ക്ലാസിഫിക്കേഷന് 4 പോയിന്റ് ചെയ്ത് അതുപോലെ തന്നെ അനീമിയ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യുക. അനീമിയ മെയിനായിട്ട് ചോദിക്കുക എപ്പോഴും ക്ലാസിഫിക്കേഷനാണ്.
പിന്നെ വാട്ട് യു മീൻ ബൈ ജെർമിനേഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. അതിൻ്റെ 3 അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. സോ അത് നിർബന്ധമായിട്ട് പഠിക്കണം. ജെർമിനേഷൻ എന്താണ്? ന്യൂട്രിയൻ എൻഹാൻസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ എന്താണ് ചെറുപയറൊക്കെ 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് മുളക്കുമല്ലോ അല്ലേ, ആ ഒരു മുളക്കിനെ നമ്മൾ ജെർമിനേഷൻ എന്ന് പറയാം. അതിൽ വളരെയധികം ന്യൂട്രിയൻ കണ്ടൻറ് ഉള്ള ഒരു സംഭവമാണത് കേട്ടോ. എനോമറേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് വാട്ടറിൻ്റെ ഫങ്ഷൻസ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ അത് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ വാട്ടർ നിർബന്ധമായിട്ട് പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഡ്രോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് എക്സ്പ്ലൈൻ ഇറ്റ്. അതായത് നമ്മൾ പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ, പ്രോട്ടീൻ എന്താണ്, പ്രോട്ടീൻ നമ്മൾ കംപ്ലീറ്റ്, പാർഷ്യലി കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനർജി ഈൽഡിങ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. അതെന്താണ്, ഫുഡ് ബേസ്ഡ് ഓൺ ഫംഗ്ഷനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് എനർജി ഈൽഡിങ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. സോ അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാം. പിന്നെ ഡിസ്ക്രൈബ് ദ കോസ് ഓഫ് ഫുഡ് സ്പോയിലേജ്. ഫ്രണ്ട്സ്, ഫുഡ് സ്പോയിലേജിനെ കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സോ അതിൻ്റെ കോസസ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. ഇവിടെ 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 6 മാർക്കിന് എസ്സേ ആയിട്ടും അത് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഫുഡ് സ്പോയിലേജ് നിർബന്ധമായിട്ട് പഠിക്കണം. വാട്ടർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ RDA, പ്രഗ്നൻറ്റ് ലേഡി, അഡോളസെൻസ്, അത് ഒരു നോർമൽ വിമണ്, മെന്ന്, ഇതൊക്കെ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികളുടെ അമ്മമാർ, അതായത് ലാക്ടേറ്റിംഗ് വിമൻസ്, ഇവരിതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, RDA പഠിക്കണം. അങ്ങനെ ചില ടോപ്പിക്സിൻ്റെ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ഈ ജെർമിനേഷൻ, ന്യൂട്രിയൻ എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ. ഓക്കെ, പിന്നെ 6 മാർക്കിന് വരുന്ന ഒരു 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫൈൻ ഡയറ്ററി ഫൈബർ, ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഫൈബർ. നമ്മുടെ 1ാമത്തെ പാഠത്തിലാണ് ഡയറ്ററി ഫൈബർ. അത് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ്. 1ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് ഡയറ്ററി ഫൈബർ. പിന്നെ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫങ്ഷൻസ് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ്. 6 മാർക്കിനാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫങ്ഷൻസും എഴുതണം, പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസും എഴുതണം. എന്നാലും ഇവിടെ 6 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ അനലൈസ് ദ കോസ് ഓഫ് ഫുഡ് സ്പോയിലേജിൻ്റെ കോസസ് അനലൈസ് ചെയ്ത് എഴുതാനാണ്. 6 മാർക്കിനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 6 മാർക്കിന് ഇവിടെ ഒരു എസ്സേ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമ്മൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് എഴുതിയാലേ ഇവിടെ 6 മാർക്ക് കിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ് ന്യൂട്രിയൻറ്റ്. താഴെ കൊടുത്തുള്ള ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ് ഏതാണ്, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ എൻ്റെ ഫങ്ഷൻസ് ഏതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ വരും, ഫുഡ് സ്പോയിലേജ് ക്വസ്റ്റ്യൻ വരും, ഡയറ്ററി ഫൈബർ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. സോ ഇതിന് ഏതെങ്കിലുമൊക്കെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിന് വരാതിരിക്കില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ചില ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നും എന്ത് ചെയ്യുക, വിട്ടു പോകരുത്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ഹെഡിങ്സ് എങ്കിലും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ കാൽഷ്യം, അയൺ ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഡിസീസസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അയണിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇതൊക്കെയാണ്, കാൽഷ്യത്തിൻ്റെ ഇതൊക്കെയാണ്, വിറ്റാമിൻ B1, തൈമിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ, ഓഡ് വൺ ഔട്ട് ചെയ്യാനൊക്കെ വരും. സോ അതെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.